എന്തെങ്കിലും കഴിക്കാൻ വേണ? ഏയ് എന്തെങ്കിലുമൊക്കെ കഴിച്ചോടെ വെറുതെ ചൂടുവെള്ളം കുടിക്കാനായിട്ട്. അതിപ്പോ കിട്ടണ്ടേ? നമ്മൾ അന്വേഷിക്കണ്ടാണോ? ആ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിനെ വേണ്ടേ? ചന്ദ്രേട്ടാ ഒരു പാലും വെള്ളം ഒരു ചായ. എനിക്ക് കേട്ടാ മതിയേ. അറിയാ. ഇരിക്കടാ. എവിടാ ഇപ്രാവശ്യം ഈ ഭരണവിരുദ്ധക്കാരൊക്കെ ഒന്ന് അലടിക്കില്ലേ? പിന്നെ ഇല്ലാണ്ടിരിക്കോ? 10 കൊല്ലം ഇങ്ങനെ കിടക്കല്ലേ? എന്ത് വേണ്ടോ അത്? എത്രണ്ണം വേണം നിനക്ക്? എത്രണ്ണം പറഞ്ഞാ? ഇന്ന് ഈ ഒരെണ്ണം കൂടെ പറഞ്ഞ ചന്ദ്ര ഞാനോ എന്ന് പറയേ കേക്കട്ടെ. ഷാഫിജി പറടാ. വേഗം എടുക്കണേ. ഇതാ വരണോന്ന്. ഇതാ പറ 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 ഷാഫിയെ ആണ് പറഞ്ഞോടുത്താ. ആറേടാ ജില തുടങ്ങിച്ച് പറഞ്ഞു കൊടുക്ക്. രണ്ടാളും കൂടി ഇന്ന് ചാണകം മെഴുകാതെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങളത് പോയിക്കാ ചന്ദ്രേട്ടാ. അല്ലെങ്കിലും കാര്യം പറഞ്ഞ അങ്ങനെ പറയടാ. പറഞ്ഞോട് പറയില്ലേ? എന്നാ കേട്ടോ ഞാൻ പറയാം. എന്റെ അച്ഛന് വരുന്ന എന്തിനാ അച്ഛൻ്റെ നീ പറ. നിങ്ങൾക്കറിയില്ലേ വിശ്വനാഥൻ? എന്റെ അച്ഛൻ വിശ്വാസനും അമ്മ മാലതിക്കും എത്രയുടെ പെൻഷൻ? അതിപ്പോ 1000 ചില്ലറ ഉറുപ്പില്ലേ? ഈ പതല്ലേ പറയൂ. എന്നാ കേട്ടോ 2000 ഉണ്ട്. നീണ്ടാ റാഫിയേ എന്റെ അമ്മാവനല്ലേ കോങ്ങാട് ഓട്ടോറിക്ഷ ഓടുന്നത്? എന്താ അവന്റെ പേര്? ഓനും കിട്ടിയില്ലേ വീട്? അത് ലൈഫിന്റെ. ഇതിന്റെ ഒക്കെ വികാരം ഉണ്ടാവും നാട്ടിലേ. അതിനിപ്പോ ലൈഫും പെൻഷനൊക്കെ ഞങ്ങളുടെ അല്ലേ? അത് ശരി. അതിപ്പോ എന്താ ഇന്ത്യയിൽ കേരളം മാത്രമേ ഉള്ളൂ. എന്നപ്പോ ഇത് കൂടി കേട്ടോ. എടാ സ്കൂളിലെ കോങ്ങാട് എന്തത്? LGUP. അതിപ്പോ എത്രന്നല്ലേ? അതിപ്പോ 1 2 3 3 3 തന്നെ. അയ്യപ്പോട്ടോ നമ്മുടെ ചല്ലിക്കൽ ആശുപത്രി കാര്യം പറക്കണ്ട. ചല്ലിക്കൽ ആശുപത്രി ഫുൾ ടൈമാ. അയ്യപ്പെട്ട നിങ്ങൾ അതൊക്കെ വിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയല്ലേ? നിങ്ങൾക്ക് നമ്മുടെ ഒപ്പം നിൽക്കേണ്ട ആളല്ലേ? നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടുന്നു. അത് ശരി. എടാ അയ്യപ്പ എനിക്ക് കുറി കണ്ടിട്ടാ. ഞങ്ങളുടെ ആളുകളെ ഈ കുറി തൊടാൻ വേണ്ടിട്ട് കുറെ സമരം നടത്തിട്ടാ. അറിയാം കണക്ക് എന്താ പാട്ട്? ആ ജാഥയുള്ള കുട്ടികളെ കണ്ട നമ്മുടെ സ്ഥാനാർത്ഥികളാവര്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും അവരാ കൂടെ ഉള്ളത്. മനസ്സിലായോ? ആ ചായ ചൂടാണ്ടാ കുടിച്ചോ. ഏയ് ഇനിയിപ്പോ ഒന്നും വേണ്ട. വേണ്ടോ